ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ്. കണ്ടില്ലേ, ടവലൊക്കെ ഇതാ കഴുകി ഉണക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് രാവിലെ തന്നെ. ഞാൻ രാവിലെ എണീറ്റ് വേദകുളിയൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്നുകൂടെ കിടന്ന് ഉറങ്ങിയിട്ട് ഇതാ ഇപ്പൊ എണീറ്റതേ ഉള്ളൂ. ഹൈറമോള് നല്ല ഉറക്കത്തിലാണ്. രാത്രി അവൾക്ക് തീരെ ഉറക്കമേ ഇല്ല. രാവിലെയാണ് അവൾ ഇത്രയെങ്കിലും ഉറങ്ങുന്നത്. ഇപ്പതാ ചെറുതായിട്ട് അനങ്ങണുണ്ട്. ഉണരാറായ തയ്യാറെടുപ്പാണെന്നാണ് തോന്നുന്നത്. ഇനി ഞാൻ ഹാനിയെ കാണിച്ചു തരാം. അവളെന്താ നല്ല ഉറക്കത്തിലാണ്. ഇനി ഞാൻ നേരെ ടേബിളിൽ പോയി ഫുഡ് എന്താണെന്ന് നോക്കി. രാവിലെ ഒറട്ടിയും ചിക്കൻ കറിയും ആയിരുന്നേ. അപ്പോഴേക്കും വാപ്പ ഹാനിയയ്ക്കുള്ള കൽക്കണ്ടും കൂരവൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഹാനി രാവിലെ തന്നെ കളിക്കാനുള്ള തയ്യാറെടുപ്പാണ് നടത്തുന്നത്. അവളുടെ ടോയ്സ് ബോക്സും കൊണ്ടാണ് ഇതായി വരുന്നത്. പിന്നെ ഞാൻ നേരെ അവളെ കൊണ്ടുപോയി മുഖമൊക്കെ കഴുകി ബ്രഷൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൾക്ക് ബ്രഷൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയാണ്. പിന്നെ ഇങ്ങനെ വെള്ളം തുറന്നു വിടാമെന്ന് പറയുമ്പോൾ അവൾ ഓടി വരും. അങ്ങനെ നമ്മൾ ബ്രഷൊക്കെ ചെയ്തിട്ട് ഡ്രസ്സൊക്കെ മാറ്റി. ചില ദിവസം അവൾ എണീക്കുമ്പോൾ നല്ല മൂഡിലായിരിക്കും, ചില ദിവസം അങ്ങനെ ആയിരിക്കൂല. അപ്പം ഭയങ്കര നിർബന്ധമായിരിക്കും. ഇന്ന് വലിയ കുഴപ്പമില്ലാതെയാണ് എണീറ്റിരിക്കുന്നത്. രാവിലെ എണീറ്റുകൊണ്ട് തന്നെ അവളെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഇതാ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങളെടുത്തിട്ട് ഹായ് പറയണം അവള്. ഡ്രസ്സൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അങ്ങനെ ഞാനും ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. ഒരട്ടിയും ചിക്കൻ കറിയും ആയിരുന്നേ. ഞാൻ ഇപ്പം ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ചായ അങ്ങനെ കുടിക്കാറില്ല, അതുകൊണ്ട് ചായ എടുത്തിട്ടില്ല. ഹാനി അവളുടെ സ്ഥിരം പ്ലേസ് ആയ ഊഞ്ഞാലിൽ തന്നെ കഴിക്കാനായിട്ടിരുന്നു. അവൾക്ക് ഇവിടെ ഇരുന്ന് കഴിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ. ഇത് ഹാനിയുടെ കുറച്ച് ടോയ്സ് ആണ്. രാവിലെ തന്നെ ഉമ്മ ഇങ്ങനെ അടുക്കി വെക്കാറുണ്ട്. പിന്നീടാകുമ്പോൾ ഇതിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അപ്പോഴേക്കും ഹൈറമോളെ കുളിപ്പിച്ചിതാ കൊണ്ട് കിടത്തിയിട്ടുണ്ട്. അവൾ സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട് കുളിപ്പിച്ചതിന് ശേഷം. ഇന്നിവിടെ ഒരു വീട് പാലുകാച്ചലുണ്ടായിരുന്നു. രാവിലെയാണ് വാപ്പ ഗിഫ്റ്റ് പേപ്പർ വാങ്ങിക്കൊണ്ടുവന്നത്. പിന്നെ വാപ്പാക്ക് ടൈം കിട്ടാത്തതുകൊണ്ട് ഞാനാണ് ഇതായിരുന്നു പൊതിയുന്നത്. എനിക്ക് വലുതായിട്ട് പൊതിയാനൊന്നും അറിഞ്ഞുകൂടാ. പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പൊതിയുന്നുണ്ട്. ഹാനി ഇതാ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ എന്തോന്നും ചെയ്യണമെന്ന് നോക്കാൻ വേണ്ടി ഓടി വരികയാണ്. പെട്ടെന്നായതുകൊണ്ട് തന്നെ ഗ്ലാസ് ടേപ്പ് കിട്ടിയിട്ടില്ലായിരുന്നു. ഈ ടേപ്പാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് വലിയ വൃത്തിയായിട്ട് വന്നില്ല പൊതിഞ്ഞത്. ഗിഫ്റ്റ് പൊതിഞ്ഞതിന് ശേഷമുള്ള ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. വലിയ ഭംഗിയൊന്നുമില്ല, എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതിനുശേഷം ഞാനും ഹാനിയും കൂടെ ക്യാമറയിൽ നോക്കി കുറച്ച് പോസ്റ്റ് ചെയ്ത് അതാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. ഹാനിക്ക് ഫോട്ടോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നേരത്തെ തന്നെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് ഞാൻ ഓർത്തത് രാവിലെ വന്നൊരു കൊറിയർ ഇരിപ്പുണ്ടായിരുന്നു, അത് ഞാൻ അൺബോക്സ് ചെയ്തില്ല. അങ്ങനെ അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് പോയി. അപ്പോഴാണ് ഇക്ക വന്നത്. ഇക്ക ഇന്ന് വരുമെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. സർപ്രൈസ് ആയിട്ടാണ് ഇക്ക ഇന്ന് വന്നത്. ഹാനിക്ക് വാപ്പായെ കാണുമ്പോൾ വലിയ സന്തോഷമാണ്. പിന്നെ വാപ്പായും മോളും കൂടെ നേരെ ഹൈറായെ നോക്കാൻ പോയി. ഹൈറ നല്ല ഉറക്കത്തിലായതുകൊണ്ട് ഇക്ക പറഞ്ഞ് എടുക്കണ്ട, ഉണർന്നിട്ട് എടുത്താൽ മതി. ഇന്ന് ഉറക്കത്തിലായ കുട്ടികളെ എടുത്താൽ ഭയങ്കര പിന്നെ കരച്ചിലൊക്കെ ആയിരിക്കും. വാപ്പായും അനിയത്തിയും കൂടെ ഇതാ പാലുകാച്ചിന് പോകാനായിട്ട് ഇറങ്ങി. അപ്പോഴേക്കും ഉമ്മ ഇതാ ഇവിടെ ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ചിക്കൻ റോസ്റ്റും സലാഡും പപ്പടമൊക്കെ ആയിരുന്നു ഇന്നത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് ഹൈറ ഉണർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇക്ക ഹൈറയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാന ഇപ്പോഴും അവളുടെ കളി തുടങ്ങിയിട്ടുണ്ട്. കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു മിനി വ്ലോഗാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.